വെൽക്കം ബാക്ക് ടു മൈ ജിം ഡേയ്സ്. 5 മാസത്തോളം ഞാൻ ജിമ്മിൽ പോയിട്ടില്ല, മടിച്ചിരിക്കുമായിരുന്നു. അതിൻ്റെതായ ഒരു 10 കിലോ എനിക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അത് കുറയ്ക്കാനായിട്ട് ഞാൻ വീണ്ടും പോകാൻ തുടങ്ങുകയാണ്. ആദ്യം മാനുവൽ ട്രെഡ്മില്ലിൽ കുറച്ചു നേരം നടന്നു. എന്തായാലും ഞാൻ ബാക്ക് ടു മൈ പൊസിഷൻ ആകും. ആദ്യമായി പോകുന്നവർ ഇതുപോലെ ചെയ്യരുത്. ട്രെയിനറുടെ അഡ്വൈസ് തേടിയിട്ടേ ചെയ്യാവൂ. ഇതിപ്പോൾ ഞാൻ പോയി എനിക്ക് നല്ല പരിചയം ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അല്ലാതെ ആരും ട്രെയിനറുടെ സഹായമില്ലാതെ ഒന്നിലും കയറരുത്. പിന്നെ ഞാൻ ഒരു എലിപ്റ്റിക്കലില് കുറച്ചു നേരം നടന്നു. അതും ഒരു നല്ലൊരു കാർഡിയോ ആണ്. ആദ്യമായിട്ട് ചെല്ലുന്നവര് ട്രെയിനറുടെ സഹായം എന്തായാലും തേടിയിരിക്കണം. ഓടിച്ചെന്ന് എലിപ്റ്റിക്കലിലോ മറ്റും കയറരുത്. പിന്നെ ഞാൻ കുറച്ച് അധികം നേരം സീറ്റഡ് ഡ്രോയിങ് ചെയ്തു. അത് കുറച്ചധികം നേരം ചെയ്തു. ഫസ്റ്റ് ഡേ ഞാൻ ഷൂ ഇടാണ്ടാണ് പോയത്. അപ്പൊ നാളെ തൊട്ട് ഞാൻ ഷൂ ഇട്ടിട്ട് പോവും. അപ്പോ ഷൂ ഇട്ടാലേ എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു ഇത് വരത്തുള്ളൂ, ഒരു ഗ്രിപ്പ് വരത്തുള്ളൂ. കാല് കണ്ടോ, എന്റെ കാല് തെന്നി പോണുണ്ടോ? മറ്റേത് എനിക്ക് നന്നായിട്ട് ഒരു ഗ്രിപ്പ് കിട്ടും. പിന്നെ ഞാനൊരു പഞ്ചിങ് ബാഗിൽ കുറച്ചു നേരം പഞ്ച് ചെയ്തു. കുറച്ചുകൂടി നന്നാവാനുണ്ട്. കുറച്ചു നേരം അധികം ചെയ്തായിരുന്നു. നല്ലപോലെ വേർക്കാൻ വേണ്ടി ചെയ്തായിരുന്നു. നന്നാവാനുണ്ട്, ഞാൻ വളരെ നന്നാവാനുണ്ട്. കുറച്ചല്ല, നന്നായിട്ട് നന്നാവാനുണ്ട്. എല്ലാം നന്നാക്കി എടുക്കണം. എല്ലാം നന്നാക്കി എടുത്തതിന് ശേഷം ബാക്ക് ടു പൊസിഷൻ ആയതിനു ശേഷം നമുക്ക് ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തത് ഹൈപ്പർ എക്സ്റ്റൻഷൻ ആണ് ചെയ്തത്. ഇത് നമ്മുടെ ബാക്കിന് നല്ലതാണ്. അങ്ങനെ നമ്മുടെ കാർഡിയോ എല്ലാം കഴിഞ്ഞു. കാർഡിയോ ഒക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാത്തിലും ഫസ്റ്റ് ഡേയിൽ എല്ലാത്തിലും ഒന്ന് കയറി ഇറങ്ങാമെന്ന് ഓർത്തിട്ട് ആദ്യം ലാറ്റ് പുള്ളിയിൽ കയറി. നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറെ നാള് വർക്കൗട്ട് ചെയ്യാതെ ഇരുന്ന് വർക്കൗട്ട് ചെയ്തത് കൊണ്ടാകാം ഞാൻ റെസ്റ്റ് എടുക്കുക. എല്ലാത്തിലും ഞാൻ 20 ആണ് വെയിറ്റ് ഇട്ടത്. ഫസ്റ്റ് ഡേ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ 20 ഇട്ടാണ് എല്ലാത്തിലും ചെയ്തത്. പിന്നെ ഞാൻ ലെഗ് പ്രസ് ആണ് ചെയ്തത്. ലെഗും കൂടി ചെയ്തിട്ട് നിർത്താമെന്ന് ഓർത്തു. ലെഗ് പ്രസ്സും ലെഗ് എക്സ്റ്റൻഷനും ചെയ്തായിരുന്നു. ഇത്രയും ചെയ്തിട്ടും ബോഡി പെയിൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആളായത് കൊണ്ടായിരിക്കാം. എൻ്റെ ഈ ജേണിയിൽ കൂടുന്നവരുണ്ടോ ആരെങ്കിലും? ഒന്നില്ലെങ്കിൽ ഈ ചാനലിൽ, അല്ലെങ്കിൽ ഫാറ്റ് ക്രൈ എന്ന എൻ്റെ വേറൊരു ചാനലുണ്ട്, അതിൽ അപ്ലോഡ് ചെയ്യും. ഫാറ്റ് ക്രൈ എന്നുള്ള എൻ്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.